Hi guys, welcome back. ഷോമിയുടെ റെഡ്മി നോട്ട് 12 സീരീസ് ഒഫീഷ്യലി ചൈനയിൽ ലോഞ്ച് ചെയ്തു. നോട്ട് 12, നോട്ട് 12 പ്രോ ആൻഡ് പ്രോ പ്ലസ് എന്നിങ്ങനെ 3 ഡിവൈസുകളാണ് വരുന്നത്. കൂടാതെ സ്പെഷ്യൽ എഡിഷൻ കൂടി വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല, കറൻ്റ്ലി ചൈനയിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ റെഡ്മി നോട്ട് 12 പ്രോ എന്ന ഡിവൈസിനെ കുറിച്ചാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നോട്ട് 12 പ്രോ എന്ന ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 6.67 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ്. ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന OLED ഡിസ്പ്ലേ ആണ് ഇപ്രാവശ്യം റെഡ്മി നോട്ട് 12 പ്രോ എന്ന ഡിവൈസിന് കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ HDR10+, ഡോൾബി വിഷൻ എന്നിവയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 500 നിറ്റ്സിൻ്റെ ഒരു ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്സും 900 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സുമാണ് നോട്ട് 12 പ്രോ എന്ന ഡിവൈസിന് ഷോമി കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ പഞ്ചോൾ കട്ടാണ് ഡിവൈസിൽ വരുന്നത്. ഏകദേശം 86.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ അവൈലബിൾ ആണ്. 1080x2400 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ ആൻഡ് 395 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയുമാണ് നോട്ട് 12 പ്രോയിൽ വരുന്നത്. 20:9 ആസ്പെക്ട് റേഷ്യോയിലാണ് സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു ഡിവൈസ് IP53 റേറ്റിംഗോട് കൂടിയാണ്. അതുപോലെ തന്നെ ഏകദേശം 187 ഗ്രാംസ് ആണ് സ്മാർട്ട് ഫോണിൻ്റെ ബോഡി വെയ്റ്റ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. ആൻഡ് ഈ ഒരു നോട്ട് 12 സീരീസിൽ ഒരു ബോക്സി ഡിസൈനായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് നോട്ട് 12 പ്രോ. ഇനി പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 1080 എന്ന ചിപ്സെറ്റാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് മീഡിയാടെക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു 6nm പ്രോസറാണിത്. മാലി G68 MC4 ആണ് GPU. കൂടാതെ ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്തിട്ടുള്ള MIUI 13 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന യൂസർ ഇൻ്റർഫേസ്. സ്മാർട്ട് ഫോൺ ഒഫീഷ്യലി 4 വേരിയൻസിലാണ് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 6GB, 8GB, 12GB റാം വേരിയൻസ് വരുന്നുണ്ട്. ഇൻറ്റേർണൽ സ്റ്റോറേജ് നമുക്ക് 128, 256GBയും അവൈലബിൾ ആണ്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഇനി ക്യാമറ സെഗ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ. പ്രൈമറി കൊടുത്തിരിക്കുന്നത് 50 മെഗാപിക്സലാണ്. f1.9 അപ്പർച്ചർ. സോണി സെൻസറാണ് വരുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഫീച്ചർ അവൈലബിൾ ആണ്. 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ലെൻസ് വരുന്നുണ്ട് സെക്കൻഡറി ആയിട്ട്. 119 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ അതിൽ അവൈലബിൾ ആണ്. ആൻഡ് 2 മെഗാപിക്സൽ മാക്രോ കൊടുത്തിട്ടുണ്ട്. 4K വീഡിയോസ് ആണ് മാക്സിമം റെസൊല്യൂഷൻ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 16 മെഗാപിക്സലിൻ്റെ സിംഗിൾ സെൽഫി ക്യാമറയാണ്. ആൻഡ് 1080p വീഡിയോസ് ആണ് നമുക്ക് ഫ്രണ്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. നോട്ട് 12 പ്രോ എന്ന ഡിവൈസിൽ എന്തായാലും 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈപ്പ് C പോർട്ടാണ് വരുന്നത്. ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ്. 67 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ഓക്കെ, 46 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇപ്രാവശ്യവും വയർലെസ് ചാർജിങ് കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമാണ് ഈ ഒരു ഡിവൈസിൽ നൽകിയിട്ടുള്ളത്. ഇതൊക്കെയാണ് റെഡ്മി നോട്ട് 12 പ്രോ എന്ന ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഇനി ചൈനയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 1700 യുവാനാണ്. ഇന്ത്യൻ മണി ഏകദേശം അണ്ടർ 20,000 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 2200 യുവാനാണ്. ഏകദേശം 25,000 രൂപയുമാണ് പ്രൈസ് വരുന്നത്. അതായത് 12GB റാം ആൻഡ് 256GB വേരിയൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നോട്ട് 12 പ്രോ എന്ന ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻസ്. എന്തായാലും ചൈനയ്ക്ക് പുറത്തുള്ള ലോഞ്ച് ഡേറ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷനൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പിന്നീടാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.